വെൽക്കം ബാക്ക് ടു ചാനൽ. വീടിന്റെ മൈക്കാണേ. ഹലോ, ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. എല്ലാവരും പെട്ടെന്ന് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബിരിയാണി വളരെ വലിയ ടാസ്കുള്ള പരിപാടിയില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് ഞങ്ങള് കുറച്ച് ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളി, പിന്നെ ചീരുള്ളി, വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി ഞങ്ങള് ഉണ്ടാക്കാൻ പോവാണ്. ഇതാണ് ബിരിയാണിക്കുള്ള അരി. ഇനി ഇതിനുള്ള ഉള്ളി അറിയട്ടോ. ഫുള്ള് അരിയാനുള്ളതോ? സുവിന്റെ കണ്ണെരിയൂലേ? സുവിന്റെ കണ്ണെരിയോ? അമ്മന്റെ കണ്ണ് ഇപ്പളേ എരിയുണ്ട്. എനിക്ക് എന്താന്നറിയില്ല, ഉള്ളി എരിവാൻ ഭയങ്കര കണ്ണീരാണ് കേട്ടോ. കണ്ണിച്ചോറുള്ളവർക്കാണ് കണ്ണീരുണ്ടാവുമെന്ന് പറഞ്ഞിട്ടോ. ശരിയാണോ ആവും. ഇനി ആവശ്യമുള്ള തക്കാളി അരി കേട്ടോ. തക്കാളി അരിഞ്ഞിരിക്കുന്നു കേട്ടോ. ഇനി പച്ചമുളക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഇനി നെക്സ്റ്റ് നമുക്ക് ഗരം മസാല ഉണ്ടാക്കാം കേട്ടോ. അതിനുള്ള പട്ടയും പൂവും ഏലക്കായൊക്കെ കണ്ടുള്ളത്. ഇതൊന്ന് കറമ്പൂവ് ഇതൊന്ന് പൊടിക്കണേ. ഇതിൽ ഇഞ്ചി, വെളുത്തുള്ളി, ചീരുള്ളി പറഞ്ഞിട്ടുള്ളത്. ഇത് മൂന്നും പാടി ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കട്ടോ. ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞു വെച്ച ഉള്ളി കുറച്ച് ഉപ്പിട്ടിടുന്ന വാട്ടിയെടുക്കാം കേട്ടോ. ഈ ചപ്പും പൊതിനും അരിഞ്ഞ കേട്ടോ. ഇനി ബിരിയാണി റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക. അതിലേക്ക് കല്ലുപ്പ്, അതുപോലെ തന്നെ ഒരു ലീഫ് ഉണ്ട്. ഈ ലീഫിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല. പിന്നെ കറാമ്പൂവ്, പട്ട, ഏലക്ക, പിന്നെ കുറച്ച് ഓല വെച്ച് കൊടുക്കുക. അത് അരി തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ തിളച്ച് വന്നാൽ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് തക്കാളി ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ചീരുള്ളിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. 4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. 1 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഓൾറെഡി കുറച്ച് ഉപ്പിൽ ഇട്ടീന് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുകയാണേ. കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ചെറുനാരങ്ങ കൂടി വെച്ച് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ചപ്പും പുതിന ഇട്ട് കൊടുക്കുക. അത് പിന്നെ ലാസ്റ്റത്തേക്ക് എടുത്ത് വെച്ചിട്ടാണ്. പിന്നെ ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടോയതാണ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മളെ അരി വെന്തിക്കണം കേട്ടോ. ഇനി ഇതൊന്ന് എങ്ങനെ പറയാം, നമ്മളിതൊന്ന് കടിച്ച് നോക്കുമ്പോൾ ചെറിയൊരു കടിയാണ് കേട്ടോ. അപ്പോൾ അത് വെന്തിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊന്ന് ഊറ്റി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഊറ്റ ചോറിടുക, എന്നിട്ട് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് ഡാൽഡൻ്റെ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് 6 kg നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അണ്ടിയും മുന്തിരി അതൊക്കെ വേണമെങ്കിൽ നമ്മൾ ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അത് വറുത്തങ്ങാണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ വറുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് ആ ഒരു ചൂടിൽ കിടന്നിട്ട് അത് നെക്സ്റ്റ് പരിപാടി ഫോണല്ലേ. നെക്സ്റ്റ് പരിപാടി പാത്രം കഴുകലാണ് കേട്ടോ. ഇഷ്ടംപോലെ പാത്രം ഉണ്ടാവും. നമുക്ക് ആലോചിച്ചൂടെ, എന്തെങ്കിലുമൊക്കെ ബിരിയാണി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കുറേ പാത്രം ഉണ്ടാവും കഴുകാൻ.
അപ്പോൾ പാത്രം കഴുകാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളത് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അവിടെ ഞങ്ങൾക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്, ജിമാൻജി ഉണ്ട് ഇവിടെ. നമ്മള് കുക്കർ തുറന്നു, സൂപ്പർ മണം. സോറി, ജിമേൻജി ഇന്ന് ഇവിടെ ബിരിയാണി ഒന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഗൈസ്. ആ ജിമേൻജി യൂട്യൂബ് ചാനൽ എനിക്ക് വന്ന മാസം 1,00,000 റുപ്യൊക്കെ ഉണ്ടാവും. കാര്യമായിട്ട് വന്നതാ. അപ്പൊ നമ്മളെ അടിപൊളി ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല മണമുണ്ട്. നമ്മളെ ഫേസിലുള്ള ചിക്കൻ ടേസ്റ്റുള്ള സൂപ്പർ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ പുതിയ വീഡിയോയിൽ ഗുഡ് ബൈ. പുതിയ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.